അതിനു മുമ്പ് യാഗത്തെക്കുറിച്ചും നാസർ വ്രതത്തെക്കുറിച്ചും ഒക്കെ അനേക കാര്യങ്ങളിലൂടെ സംസാരിക്കുന്നുണ്ട്. എങ്ങനെ യാഗം അർപ്പിക്കണം എന്നൊക്കെ സംസാരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ആ യാഗത്തെക്കുറിച്ചുള്ള വ്യവസ്ഥകളെല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവ് മോശയോട് സംസാരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചത് മറന്നു പോയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ ഒരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥയിലൂടെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിലെ സമ്പത്തുകളെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. സമ്പത്ത് വരാൻ ദൈവത്തിന് കഴിയും, പിന്നെ കഴിയും, പിശാചിന് കഴിയും. അങ്ങനെ പിശാചിന് നമുക്ക് സമ്പത്ത് തരാൻ പറ്റുമോ? പറ്റുമോ? കർത്താവിന് വരെ കൊടുക്കാന്ന് പറഞ്ഞതാ. ഉയർന്ന മലയും കൊണ്ടുപോയിട്ട് ഈ കാണുന്നതല്ല എന്റേതാ, ഇതെല്ലാം എന്ത് ചെയ്യാം? ആമേൻ. അപ്പോഴേ അങ്ങനെ പിശാചിന് സമ്പത്ത് തരാൻ പറ്റും. ഞാൻ അതിന് ഉദാഹരണം പരസ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. സാത്താനോടുള്ള ആരാധന ഈ ലോകത്തുണ്ട്. സാത്താനെ യഥാർത്ഥമായ സാത്താനെ ആരാധിക്കുന്നുണ്ട്. അവര് സാത്താനോട് പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സാത്താന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. പ്രാർത്ഥിച്ച ഉടനെ ചിലപ്പോൾ കിട്ടിയതും വരും. ഇപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ ഭൂമിയിലെ സമ്പത്തുകളെല്ലാം ദൈവം തരുന്ന അനുഗ്രഹമാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം ദൈവവിശ്വാസി അല്ലാത്തവർക്കും നിരീശ്വരവാദികൾക്കൊക്കെ സമ്പത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. പോട്ടെ. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് ഒരു വ്യവസ്ഥ. ദൈവം ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴ പെയ്ക്കുന്ന ദൈവമാണ്. ഒരാളുടെ കണ്ണുനീര് കണ്ടാൽ ദൈവമക്കളാണെന്നോ പുറത്തുള്ളവരാണെന്നോ ഒന്നും നോക്കിയിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവരുടെ കണ്ണുനീര് കാണുമ്പോൾ ദൈവം മനസ്സലിക്കുന്ന കർത്താവാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുന്നവരെല്ലാവരും ആമേൻ. അതിനകത്ത് നിരീശ്വരവാദികളുണ്ട്, ദൈവത്തെ നിന്ദിക്കുന്നവരുണ്ട്, ദൈവത്തെ തള്ളി പറയുന്നവരുണ്ട്, ദൈവ മക്കളെ ഉപദ്രവിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ അവരുടെ പ്രയാസങ്ങളുടെ മധ്യേ അവരുടെ കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിക്കുന്ന ദൈവമാണ്. ആമേൻ. അപ്പൊ ആ നിലയിലൊക്കെ എന്ത് കിട്ടും? ആമേൻ. ആ നിലയിലൊക്കെ സമ്പത്ത് കിട്ടും. അപ്പൊ ആ നിലയിലൊക്കെ എന്ത് കിട്ടും? സമ്പത്ത് കിട്ടും. പോട്ടെ. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സമ്പത്തുമായിട്ട് കൂട്ടി പഠിക്കരുത്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ വ്യവസ്ഥ അനുസരിച്ചാണ്. ഇവിടെ യാഗത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. യാഗമർപ്പിച്ച കരങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ അഹരോനും പുത്രന്മാരും അനുഗ്രഹിക്കാൻ നിൽക്കേണ്ടത്. യാഗമർപ്പിച്ച രക്തം അവിടെ കൈകളിൽ ഉണ്ട്. ആ രക്തമുള്ള കരങ്ങൾ കൊണ്ടാണ് അവർ ജനത്തെ അനുഗ്രഹിക്കേണ്ടത്. ദൈവത്തിന്റെ പൈതലേ, ആരാധനയിൽ അനുഗ്രഹമുണ്ട്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താൽ ആരാധനയിൽ അനുഗ്രഹമുണ്ട്. നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടതായിരിക്കുന്ന പുണ്യാക രക്തത്താൽ ഇന്ന് രാത്രി ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് ദൈവമക്കളാകാൻ ദൈവം നമുക്ക് തന്ന പദവി, കാൽവരി നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ പുണ്യാക രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത ദൈവമക്കളാക്കിയ പദവി കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. കരങ്ങൾ നടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ
കാൽവരിയിൽ വ്യവസ്ഥ അനുസരിച്ച് ഒരു പരമയാഗം നടന്നത് കൊണ്ടാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ വിളിച്ച് വേർതിരിച്ചത്. യഹൂദന്മാരുടെ ആലയത്തിനകത്ത് ആദ്യം കയറുമ്പോൾ ജാതികളുടെ പ്രകാരം, അതിനകത്ത് ജാതികൾക്ക് മാത്രമേ കയറാൻ, ജാതികൾക്ക് അവിടെ ബലികളാൻ കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്ത്രീകളുടെ പ്രകാരം, അവിടെ സ്ത്രീകൾക്ക് അവിടെ വരെ എത്താനായിട്ട് കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പുരുഷന്മാരുടെ പ്രകാരം, അത് കഴിഞ്ഞിട്ട് പുരുഷന്മാർക്ക് അവിടെ വരെ എത്താൻ കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുരോഹിതന്മാരുടെ പ്രകാരം. എന്നാൽ അവിടെ ജാതികളുടെ പ്രാകാരത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇതിന് അപ്പുറം അതിക്രമിച്ച് കടക്കുന്നവർ മരണശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പലപ്പോഴും ചില സംരക്ഷിത മേഖലകളിലുണ്ട് ഇതിനകത്ത് അതിക്രമിച്ച് കടക്കുന്നവർ ശിക്ഷാർഹരാകുമെന്ന് എഴുതി വെച്ചിട്ടുള്ളത് പോലെ ഇതിനകത്ത് കടക്കുന്നവർ മരണശിക്ഷ അനുഭവിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജാതികൾക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. എന്നാൽ വേർപാടിനെ നടിച്ചവര് നമുക്ക് വേണ്ടി ഇടിച്ച നമ്മുടെ ഒരു കർത്താവ്, ദൈവാലയത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ടടിയോളം ചിന്തിപ്പോയിട്ട് ജീവനുള്ള പുതുവഴി നമുക്ക് കൃപാസനത്തിലേക്ക് കർത്താവ് തുറന്നു തന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകി അന്യരും പരദേശികളുമായിരുന്ന നമ്മളെ ദൈവത്തിന്റെ കുടുംബത്തിലാക്കി വെച്ച ദൈവത്തിന്റെ കൃപയോർത്ത് കരങ്ങളെ അടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങൾക്ക് നമ്മെ യോഗ്യരാക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത് ഈ വ്യവസ്ഥകളൊക്കെ പറഞ്ഞു. ഈ വ്യവസ്ഥകൾ പാലിച്ചാൽ എന്താ അനുഗ്രഹം, ആമേൻ. പാലിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ട്. കൃപായുഗത്തിലേക്ക് വന്നപ്പോൾ ശിക്ഷ താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ, ശിക്ഷ മാറിയിട്ടില്ല. ബാലശിക്ഷ ഉണ്ട്, പക്ഷേ ദൈവം കുറച്ചുകൂടി ഒരു മാനസാന്തരത്തിന് വേണ്ടി ചിലർക്ക് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുകയാണ്, ദൈവം കാത്തിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താൽ ദൈവസഭകൾക്കകത്ത് കാണിക്കുന്ന സകല അതിക്രമങ്ങൾക്കും ദൈവമക്കൾ എന്നുള്ള പേര് നടത്തുന്ന സകലമായ തന്ത്രങ്ങൾക്കും അതിന്റെ കയ്പിന്റെ വേരുകൾക്കും ദൈവം വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനാണെന്നറിയാമോ? മാനസാന്തരപ്പെടുവാൻ ഒരു അവസരം നൽകുകയാണ്. ആമേൻ. ദൈവ കർത്താവ് പറയുകയാണ്, ആമേൻ, കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്. എന്താണ് മധ്യസ്ഥത? 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുമോ എന്ന് നോക്കാം. ഫലം കായ്ക്കുന്നില്ലെങ്കിൽ മേലാൽ നമുക്ക് വെട്ടിക്കളയാം. വെയിറ്റ് ചെയ്യുകയാണ്. പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്. ആ മധ്യസ്ഥന്റെ ജോലി എന്ന് പറയുന്നത് പിതാവെ വെട്ടരുത്, ഫലം കായ്ക്കുമോ നോക്കാം. ശിക്ഷയില്ലാത്തത് കൊണ്ടല്ല, ദൈവം ഒരു മാനസാന്തരത്തിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ആമേൻ. കരങ്ങൾ നടിച്ചെന്ന് സ്തോത്രം ചെയ്താണ്. കഴിഞ്ഞ ശേഷം യഹോവ മോശയോട് അന്ന് ചെയ്യുകയാണ്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, ആമേൻ, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്താണ്? ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കാം, യാക്കോബിന്റെ മക്കളെ അനുഗ്രഹിക്കാം. യാക്കോബ് ആരായിരുന്നു? ഉപായിയായിരുന്നു, വഞ്ചകനായിരുന്നു, ചതിയനായിരുന്നു, നേര് പറയാത്തവനായിരുന്നു. ആമേൻ. നേര് കാണിക്കുന്നവനായിരുന്നില്ല. എവിടെ തന്ത്രങ്ങൾ ഉണ്ടാക്കാമോ, എവിടെ ഉപായം കാണിക്കാമോ അവിടെയെല്ലാം ഉപായം കാണിച്ച് ആരെയെല്ലാം പറ്റിക്കാമോ അവരെല്ലാം പറ്റിച്ച് അവസാനം ഒരു പേരുദോഷോടെ കിട്ടി ഓടിപ്പോയപ്പോൾ അപ്പനെ വിറ്റ കാശും കൊണ്ടാണ് അവൻ പോയത്. അപ്പനെ വിറ്റ കാശ് നമ്മൾ പറയത്തില്ല, ആളാരെന്നറിയാം. അപ്പനെ വിറ്റ കാശ് അവന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ യാക്കോബ് അപ്പനെ വിറ്റു. അങ്ങനെ പറയുമ്പോൾ തെറ്റിയിരിക്കരുത്. അപ്പനെ പറ്റിച്ചു. ആരപ്പൻ? ആദ്യം പറ്റിച്ചത് ഏശാവിനെ. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ.
പറ്റിയ സമയം നോക്കി കാത്തിരിക്കുക. ഇങ്ങനെ ഉണ്ടപ്പോൾ ഉണ്ട്. വരവ് കണ്ടപ്പോഴേ മനസ്സിലായി. അവിടെ ഹോട്ടലൊന്നും ഇല്ലല്ലോ. വരവ് കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടൻ വിശന്നുള്ള വരവാ. കുറെ നാളുകളായിട്ട് മനസ്സിലുണ്ട്. ചുവന്ന പായസം ഉണ്ടാക്കി ചേട്ടന് കൊടുത്ത് ചേട്ടാവകാശം വാങ്ങിക്കണമെന്ന് അമ്മ കുറെ നാളുകളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. ഒരു അവസരത്തിലോട്ട് കാത്തിരിക്കും. വരവ് കണ്ടപ്പോഴേ മനസ്സിലായി ക്ഷീണിച്ചു വരും. ഇതാണ് പറ്റിയ സമയം. അമ്മയോട് പറഞ്ഞ് അമ്മയോടൊന്നും പറയാൻ പോയില്ല. അമ്മയുടെ കൂടെ നടന്നുകൊണ്ട് അപ്പൊ പാചകമൊക്കെ പുള്ളി പഠിച്ചിട്ടുണ്ട്. പുള്ളി ഉണ്ടാക്കിയത് വെള്ളപ്പായസമല്ല, പാൽപ്പായസമല്ല, ചുവന്ന പായസമാണ്. അതിനർത്ഥം പെട്ടെന്ന് ഒരു ആകർഷണീയത തോന്നും. കാണുമ്പോഴേ പായസത്തിനകത്ത് ചേട്ടൻ വീഴണം. അതിന് ചുവന്ന പായസം ഉണ്ടാക്കി ചിന്തിക്കുക. ചേട്ടൻ വരുമ്പോഴേ ദൂരേന്ന് വരുമ്പോഴേ മണം അടിക്കുന്നുണ്ട് പായസത്തിൽ. വിശപ്പ് കൂടി. ആ സമയത്ത് എന്ത് ചെയ്തു? പായസം കൊടുത്ത് ചേട്ടാവകാശം വാങ്ങി. പോട്ടെ, അത് മറ്റൊരു ചരിത്രമായതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുക. ദൈവം അവിടെ വെച്ച് കാലം കഴിഞ്ഞപ്പോൾ 20 വർഷം കഴിഞ്ഞപ്പോൾ, കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം യാക്കോബ് എന്നുള്ള പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കി. യാക്കോബിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ചതിയന്റെ മക്കൾ. എന്നാൽ ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രഭുവിന്റെ മക്കളാണ്. കാര്യങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. യാക്കോബിനെ ദൈവം പേര് മാറ്റി, മാത്രമല്ല രൂപാന്തരം വരുത്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. സ്വന്തം ജനമാക്കി മാറ്റി തന്റെ മക്കൾ. എന്നിട്ട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നീ നിങ്ങള് അഹരോനും മക്കളും കൂടെ ചേർന്ന് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 26 വായിച്ചാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. മതി മതി മതി. ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ യുവാസന്മാർ ആശംസയായിട്ട് വായിക്കാറുള്ളൂ. യഹോവ നിന്നെ അനുഗ്രഹിച്ച്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ചിന്തയിലേക്ക് വരണം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. ദൈവത്തിന് അങ്ങ് അനുഗ്രഹിച്ചാൽ പോരെ? പിന്നെ എന്തിനാ ഇതിനകത്ത് ഒരു മനുഷ്യന്റെ ആവശ്യം? എന്താണ്? ദൈവം അനുഗ്രഹിച്ച പോലെ. പക്ഷെ ദൈവദാസന്മാരാണെങ്കിലും ദൈവമക്കളാണെങ്കിലും എപ്പോഴും അനുഗ്രഹിക്കുന്നവരായിരിക്കണം. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താൽ മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട്, മനസ്സുകൊണ്ട്, പ്രവർത്തികൾ കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കണം ദൈവദാസന്മാരും ദൈവമക്കളും. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം അങ്ങനെ ഒരു നാക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് അനുഗ്രഹത്തിന്റെ നാക്കാണ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തിന്റെ വാക്കുകൾ വേണം പറയാൻ. ഒരുമിച്ച് കാണുമ്പോൾ നമ്മൾ പറയണം, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള അനുഗ്രഹത്തിന്റെ വാക്ക് വേണം ദൈവത്തിന്റെ വഴിയിൽ നീ പറയുവാൻ. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ട്. നിന്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മുടിഞ്ഞു പോകുമെന്ന് പറയരുത്. ആമേൻ. തലയെ കൈവച്ച് പ്രാകരുത്. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ട്. അവർക്ക് ഇച്ചിരി കഴിവ് കുറവുണ്ടാകാം, പഠിക്കാൻ ഇച്ചിരി പഠിക്കാൻ മണ്ടനാണെന്ന് പറഞ്ഞാൽ പഠിക്കാൻ കഴിയാത്തവരെല്ലാം മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത്. പഠിക്കുന്ന എത്രയോ പേര് വേറെ ഒന്നിനും കൊള്ളത്തില്ല. പഠിക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. അങ്ങനെയുള്ള എത്രയോ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ പഠിക്കാൻ കഴിവ്, പഠിക്കാൻ ഉള്ള കഴിവില്ലാത്തവര് എത്രയോ മഹത്തായ ഇത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. അവര് തന്നെ എത്രയോ അവരുടെ വർക്ക്ഷോപ്പുകൾ ഉണ്ടാക്കിയ എത്രയോ സാധനങ്ങൾ, അവരുടെ ബുദ്ധിമണ്ഡലം കൊണ്ട് നിർമ്മിച്ചെടുത്ത എത്രയോ സാധനങ്ങൾ കൊണ്ട് അവര് ശാസ്ത്ര ലോകത്തിന് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, പേറ്റന്റുകൾ എടുത്തിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കഴിവ്
കഴിവില്ലാത്തവൻ, അവൻ പൊട്ടനാണ്, അവൻ പൊട്ടിയാണ്, അവള് പൊട്ടിയാണ്, അവൻ പൊട്ടനാണ്, നീ പൊട്ടനാ, നീ പൊട്ടിയ, നിന്നെ കൊണ്ടൊന്നും കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മൂലക്കിരുത്തരുത്. അവൻ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ട് ദൈവ കുഞ്ഞുങ്ങൾക്കൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അവൻ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ട് വിശുദ്ധ കരങ്ങൾ അടിച്ചുന്ന സ്തോത്രം ചെയ്താട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അനുഗ്രഹിക്കുന്നവരാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അനുഗ്രഹിക്കണം. അവർ പഠിത്തവർക്ക് അല്പം മാർക്ക് കൊടുക്കുന്നവരാ, പക്ഷെ അവരെ നമ്മൾ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള കുഞ്ഞുങ്ങളെ നോക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും വിലയിരുത്തരുത്. എത്ര പേര് പഠിച്ചിട്ടുണ്ട്? നമ്മൾ എത്ര പേര് പഠിച്ചിട്ടുണ്ട്? നമുക്ക് എന്താ വിദ്യാഭ്യാസമുണ്ട്? നമുക്ക് ക്ലാസ്സിൽ എത്ര മാർക്കുണ്ടായിരുന്നു? കുഞ്ഞുങ്ങളൊക്കെ വഴക്ക് പറയാൻ നിൽക്കട്ടെ. നമ്മൾ എണ്ണാൻ പഠിച്ചത് പലരുടെയും മാവയിലടങ്ങ് മാങ്ങ വീണപ്പോഴല്ലേ ശരിക്കും എണ്ണാൻ പഠിച്ചത്, അല്ലേ? എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വഴക്ക് പറയുകയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് നല്ല വാക്കുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഭാവിയെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മൾ അവരുടെ ഹൃദയത്തിനകത്ത് മനസ്സിനകത്ത് ഇട്ടുകൊടുക്കണം. അവരെ നമ്മൾ പിന്നെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. കുഞ്ഞുങ്ങൾ വീട് കഴിഞ്ഞാൽ, നടക്കുന്ന കുഞ്ഞുങ്ങൾ നടക്കാൻ പഠിക്കുന്ന സമയത്ത് വീട് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പിന്നെ നമ്മൾ നടത്തുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സംഘടന പ്രാർത്ഥന നടക്കുന്ന സമയത്ത് എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വന്ന്, കർത്താവേ, പ്രൈസ് ദി ലോർഡ്, 2 കാലിലാണ് എന്ത് ചെയ്യുന്നത്? ഈ 75, 80 കിലോ 90 കിലോ ഒക്കെ നിൽക്കുന്നത് ഇച്ചിരി അവിടെ 2 കാലിലാണ്. ഒരു കാലിലാണ് മറ്റേ സ്റ്റെപ്പ് എടുത്ത് നോക്കുമ്പോൾ ഉള്ള വെയിറ്റ് എല്ലാം ഒറ്റ കാലിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒരു അത്ഭുതകരമായിട്ട് വന്നു. ദൈവം ചെയ്ത നന്മകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർത്ത് വന്നപ്പോ, ദൈവം നിർത്തിയ വിധത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചു വന്നപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ചിന്തയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ ഒറ്റക്കാലിൽ എങ്ങനെ നിൽക്കാൻ പറ്റും? നമ്മൾ നടന്ന് വീണപ്പോൾ അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് നടന്ന് മാതാപിതാക്കളുടെയും സ്നേഹിക്കുന്നവരുടെയും കൈകൾ കൊണ്ട് പിടിച്ച് നടത്തിയത് കൊണ്ടാ നമ്മൾ ഇന്ന് 2 കാലിൽ എഴുന്നേറ്റ് നടക്കുന്നത്, നിൽക്കുന്നതും ഒക്കെ. ഈ 150 കിലോ ഒക്കെ വെയിറ്റ് ഉള്ള ആളുകൾ ഒറ്റക്കാലിൽ നടക്കുക, 2 കാലിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിന്റെ പിന്നിൽ നമ്മളെ പിടിച്ച് നടത്തിയ ആളുകളുണ്ട്. മാതാപിതാക്കളുടെ മഹത്തായ സംഭാവനകളുണ്ട്. ചേട്ടന്റെ മക്കളുടെ സംഭാവനയുണ്ട്. അനിയന്റെ മക്കളുടെ സംഭാവനയുണ്ട്. നമ്മളെ എടുത്ത് നടത്തിയവരുടെ ഇതുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല, നീ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടില്ല. സാരമില്ല, എഴുന്നേറ്റാ മതി, എഴുന്നേറ്റ് നീ മെല്ലെ നടന്നാ മതി. അങ്ങനെ നടക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വണ്ടി ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മ എന്തിനാണെന്നറിയാം? ഉരുട്ടി നടക്കാൻ വേണ്ടി കിട്ടാം. പണ്ടത്തെ കാലഘട്ടത്തിൽ വണ്ടിയൊന്നും ഇല്ലാത്ത, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ആശാരിമാരെ കൊണ്ട് ഒരു പ്രത്യേക ഒരു വണ്ടിയൊക്കെ ഉണ്ടാക്കി, ചക്രമൊക്കെ ഉണ്ടാക്കി അതിൽ പിടിച്ചോണ്ട് നടക്കും. അതിൽ നിന്ന് കിട്ടിയ പ്രൊമോഷനാണ് ഇന്ന് കാണുന്നതായിരിക്കുന്ന പിള്ളേരുടെ വണ്ടികളൊക്കെ. നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ചാണ് കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കും, ദൈവം നേരിട്ട് അനുഗ്രഹിച്ചപ്പോൾ അല്ല, ദൈവം അഗരോനോടും പുത്രന്മാരോടും പറഞ്ഞു അനുഗ്രഹിക്കുക. അപ്പൊ ദൈവദാസന്മാർ അനുഗ്രഹിച്ചാൽ അതൊരു അനുഗ്രഹമാണ്. ആമേൻ. അനുഗ്രഹത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ള അനുഗ്രഹം. ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചു വന്നപ്പോ ഒരു കാര്യം ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരാൾക്ക് നമ്മൾ ആശീർവാദം പറയുകയാണ്. ആശീർവാദം പ്രധാനമാണ്. പക്ഷെ എത്ര പേർക്ക് ആശീർവാദത്തിനകത്ത് ആശീർവാദം അനുഗ്രഹിക്കുക? എത്ര പേർക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥിച്ച്, ഇപ്പോഴാണെന്ന് ഞാൻ പറയുന്നത്, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. ഞങ്ങൾ ലീഡ് ചെയ്തപ്പോഴും പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അനുഗ്രഹിക്കും. അത് അനുഗ്രഹമാണ്. അപ്പൊ എത്ര പേർക്ക് അനുഗ്രഹത്തിനകത്ത് വിശ്വാസമുണ്ട്?
ആമേൻ. എത്ര പേർക്ക് അനുഗ്രഹത്തിനകത്ത് വിശ്വാസമുണ്ട്? പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പലരും ആശീർവാദം പറയുന്ന പലരും നിലയില്ല. നമ്മൾ ആ സമയത്ത് അനുഗ്രഹം വല്ല ഏറ്റുവാങ്ങുന്നുണ്ടോ? നമ്മൾ വേദോത്സവത്തിന്റെ സ്ലിപ്പിടുന്ന തിരക്കും, നമ്മൾ വേദോത്സവം ബാഗിനകത്ത് വെക്കുന്ന തിരക്കും, പെട്ടെന്ന് പോകാനുള്ള തിരക്കും, നമ്മുടെ ഈ അനുഗ്രഹം നമ്മൾ എന്ത് ചെയ്യുന്നില്ല. നമ്മൾ പറയും ദൈവം നേരിട്ട് അനുഗ്രഹിച്ചാൽ മതി, ആ അനുഗ്രഹം നമുക്കുണ്ട്. പിന്നെ പാസ്റ്റർമാരും മറ്റുള്ളവരുടെ ഒന്നും അനുഗ്രഹിക്കേണ്ടതായ കാര്യമില്ല എന്ന് നമ്മൾ പറയാം. അങ്ങനെയല്ല. ഇസ്രായേൽ മക്കളെ ദൈവം അനുഗ്രഹിക്കാൻ ആക്കി വെച്ചിരിക്കുന്നത് ആമേൻ യാഗമൊക്കെ കഴിഞ്ഞ് അഹരോനെയും പുത്രന്മാരെയും ദൈവം പരിപാലിക്കുകയാണ്. നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കണം. സ്തോത്രം ചെയ്ത പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിൽ വിശ്വസിക്കണം. ദൈവദാസന്മാർ ആശീർവാദം പറയുമ്പോൾ നമ്മൾ അവരിലേക്ക് നോക്കരുത്. ഞാനൊരു കാര്യം പറയാം. ഏലി പുരോഹിതനെ ദൈവം ശരിക്കും പറഞ്ഞാൽ തള്ളിക്കളഞ്ഞതാണ്. കാരണം ദൈവം പറഞ്ഞ നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാത്ത വിധത്തിൽ ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിന്റെ ഭുജവും തകർത്ത് കളയുന്ന നാളുകൾ ഇതാ വരുന്നു. അതിന് മുമ്പൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. തിരുവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാട് നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴിപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവസാനം നിന്റെ 2 പുത്രന്മാര് ഒറ്റ ദിവസം തന്നെ മരിക്കും. ഇതൊക്കെ ദൈവം പറയുന്നുണ്ട്. ദൈവത്തിന് അത്ര ഇഷ്ടകരമൊന്നും ആയിരുന്നില്ല ഏലി എന്ന മഹാപുരോഹിതനിലും മക്കളിലൊന്നും അത്ര ദൈവത്തിന് അത്ര ഇഷ്ടമൊന്നും ആയിരുന്നില്ല. അവരുടെ പ്രവർത്തനത്തിന് അവിടെ ദൈവത്തിന് വിയോജിപ്പുണ്ടായി. നമുക്കതിനെ അറിയാം. യാഗം അർപ്പിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അവരെടുത്തോണ്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ശമയിൽ പ്രവചനത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഏലി പുരോഹിതൻ ഭക്തനായി. പക്ഷെ ഏലി പുരോഹിതന്റെ തെറ്റെന്ന് പറയുന്നത് മക്കളെ ശാസിച്ചില്ല. മക്കളോടുള്ള സ്നേഹനിമിത്തം പോട്ടെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ ചെയ്തതിനെല്ലാം കണ്ണടച്ചു കളഞ്ഞു. ആമേൻ. പക്ഷെ എന്താ സംഭവിച്ചത്? ദൈവം ശിക്ഷിച്ചു. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ചില കാര്യങ്ങൾ ശരിയാണോ? അറിയത്തില്ലേ? പുള്ളി പിന്നെ ഇരുന്ന സമയത്ത് പുറകോട്ട് വീണ് കഴുത്തൊക്കെ ഒടിഞ്ഞ് മരിച്ചു പോകാൻ നമുക്ക് അറിയത്തില്ല. സംഭവങ്ങളൊക്കെ അറിയില്ലേ? അറിയാം അല്ലേ? ആരൊന്നും മിണ്ടുന്നില്ല. അറിയത്തില്ലേ? അറിയാം. പക്ഷെ ഏലിയുടെ അനുഗ്രഹം, ഏലി പുരോഹിതന്റെ അനുഗ്രഹത്തിന് വലുണ്ടോ? ഉണ്ടോ? ശമൂവേലിന്റെ പുസ്തകം 17 വാക്യം 17-18. അന്ന ദൈവത്തിനെ വന്ന് പ്രാർത്ഥിക്കുക. 1:17. അതിനെ ഏലി സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. 18 വാക്യം. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. പിന്നെ അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അവൻ ഏലി ആദ്യം സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞു വിചാരിച്ചു. ഏലി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഏലി പുരോഹിതൻ അവിടെ അനുഗ്രഹിച്ചു. എത്രയോ നാളുകളായിട്ട് അന്ന പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. എത്രയോ പ്രാവശ്യമായിട്ടാണ് ഈ ആലയത്തിൽ വന്നിട്ടുള്ളത് പ്രാർത്ഥിക്കാൻ. എല്ലാ വർഷവും വരും. എല്ലാ വർഷവും വീട്ടിനകത്ത് നിന്നയേൽക്കും. പെരീന്നയുടെ കുത്തുവാക്കുകൾ എല്ലാം കേൾക്കും. കവിടുന്ന് കണ്ണുനീർ ഒഴുക്കും. ആലയത്തിൽ വന്ന് എത്രയോ പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. പക്ഷെ മറുപടി ലഭിച്ചത് ആരിലൂടെയാ എന്ന് പറഞ്ഞാട്ടെ? ദൈവത്തിന്റെ തിരുസന്നിധിയിൽ
അവനൊരു ശിക്ഷയ്ക്ക് വേണ്ടി ദൈവം മാറ്റി വെച്ചിരുന്ന ഏലി പുരോഹിതൻ അനുഗ്രഹിച്ചപ്പോൾ അതൊരു അനുഗ്രഹമായി പിറ്റേ വർഷമായപ്പോൾ ദൈവം അവർക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയിൽ നൽകി. ദൈവത്തിനകത്ത് വളരെ ചിന്തിക്കേണ്ട വിഷയം. ഏലി അവളെ അനുഗ്രഹിച്ചപ്പോൾ വന്നേക്കുന്നത് പിന്നെ പുള്ളിയുടെ സ്വഭാവം, പുള്ളിയുടെ മക്കളുടെ സ്വഭാവം ഒക്കെ നമുക്കറിയാം. പുള്ളി അനുഗ്രഹിച്ച എന്തോ നടക്കാനാ എന്ന് പറഞ്ഞിട്ട് അവള് പോയില്ല. അവൾ അനുഗ്രഹം ആ ദൂത് അവൾ ഏറ്റെടുത്തു. അവളുടെ മുഖം പിന്നെ വാടിയില്ല. അവളത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അനുഗ്രഹിക്കുന്നവരുടെ സ്വഭാവത്തെ അളക്കാനും അനുഗ്രഹിക്കുന്നവരെ മുൻകൃതിയോടുകൂടെ കാണാനും നിൽക്കരുത്. ദൈവം ഒരു സ്ഥാനത്ത് ഒരു വ്യക്തിയെ ആക്കി വെച്ചിരിക്കുമ്പോ ദൈവത്തിന്റെ വൈകലേ ആ വ്യക്തി നിന്നെ അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹമാണ്. കരം അടിച്ചൊന്ന് സ്തോത്രം ചെയ്താൽ Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അതിൽ അനുഗ്രഹം. ആമേൻ. ദൈവം പറഞ്ഞു അവരവരുടെ പുത്രന്മാർ പറഞ്ഞവർ അനുഗ്രഹിക്കണം. ദൈവത്തിന് എന്താ നേരിട്ട് അനുഗ്രഹിക്കാമല്ലോ, അങ്ങനെയല്ല. Praise the Lord. അവരുടെ അനുഗ്രഹിച്ച് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത് കേട്ടോ. അവർക്ക് വേണ്ടി നിങ്ങള് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണം, അതുമല്ല പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങൾ അവരെ പരസ്യമായിട്ട് അനുഗ്രഹിക്കണം. എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടത്? യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ഇസ്രായേലിനെ മുഴുവനുമായിട്ടാണ് അനുഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണെന്ന് അറിയാമോ? നിങ്ങളെ അനുഗ്രഹിക്കണമെന്നല്ല പറഞ്ഞത്. നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ്. കരങ്ങളൊന്ന് അടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എത്ര പേര്, ആയിരക്കണക്കിന് 10,000 പേര് കണക്കിന് ആളുകൾ ഉണ്ടെങ്കിൽ ഒരു സമൂഹത്തോടാണ് ദൂത് പറയുന്നതെങ്കിൽ, ഒരു സമൂഹത്തെയാണ് അനുഗ്രഹിക്കുന്നതെങ്കിൽ, ആ സമൂഹത്തിന് മേൽ അനുഗ്രഹം വരണമെങ്കിൽ അടുത്തിരിക്കുന്നവർ ഒരുപക്ഷെ അവർ അനുഗ്രഹം പ്രാപിച്ചത് വരാം. പക്ഷേ അനുഗ്രഹം പ്രാപിക്കുന്നത് നീ വ്യക്തിപരമായിട്ടാണ്. 10,000ങ്ങളുടെ കൂട്ടത്തിൽ പാട്ടുപാടി, കൂട്ടത്തിൽ വെള്ളത്തിൽ പൂട്ടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. പ്രിയമുള്ള കുഞ്ഞെ, ദൈവത്തിന്റെ അനുഗ്രഹം നീ തന്നെത്താൻ ഏറ്റെടുക്കണം. നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ഇടിവില്ലെന്ന് നീ അനുഗ്രഹത്തെ നീ ഏറ്റെടുക്കണം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ഏറ്റെടുക്കണം. അല്ലയോ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയില് നിങ്ങൾ അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കണം. വിശ്വസിക്കുന്നവർ കരങ്ങളെടുക്കുന്ന സ്തോത്രം ചെയ്താട്ട്. അപ്പൻ ഏറ്റെടുത്തത് കൊണ്ട് കാര്യമില്ല, അമ്മ ഏറ്റെടുത്തോണ്ട് കാര്യമില്ല. കുഞ്ഞെ, നീ അനുഗ്രഹം ഏറ്റെടുക്കണം. നീ അനുഗ്രഹം ഏറ്റെടുക്കണം. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്റെ കുഞ്ഞ് അനുഗ്രഹം ഏറ്റെടുക്കണം. നിന്റെ കുഞ്ഞ് അനുഗ്രഹം ഏറ്റെടുക്കുക. നീ ചെറുപ്പത്തിൽ തന്നെ, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നീ അവനെ പഠിപ്പിക്കണം. നീ അവനെ പഠിപ്പിക്കണം. പ്രസംഗിക്കുന്നതായിരിക്കും ദൈവവചനം പ്രസംഗിക്കുമ്പോ അത് ഏറ്റെടുക്കാനുള്ള കൃപ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ നമ്മൾ ചെറുപ്പത്തിലേ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മള് വളരെ ചെറുപ്പത്തിൽ തന്നെ, അവർ കുഞ്ഞുങ്ങളല്ലേ, വലുതാവുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ നമ്മൾ വിടരുത്. ചിലവരെ വലുതാകുമ്പോൾ ശരിയായിട്ടുള്ളൂ, അടയ്ക്കാവുമ്പോഴേ മടി വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ അവസാനം ദേഹത്ത് വെട്ടി വലിച്ചോട്ട് അടക്കേണ്ടി വരും. കാരണം കമ്മായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു നർമ്മഭാവനയിൽ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ കമന്ന് ആകുന്നതിന് മുമ്പ് അടയ്ക്കായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വേദപുസ്തകം വായിപ്പിക്കണം, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. അവരെ കുഞ്ഞാണെന്ന് വിചാരിച്ച് കൂട്ടായ്മയ്ക്ക് കൊണ്ടുവരാതിരിക്കരുത്. അപ്പനും അമ്മയും കൂട്ടായ്മയ്ക്ക് പോകാൻ വേണ്ടി മുമ്പേ ഇറങ്ങണം. ഈ പ്രായത്തിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ കിട്ടുകയുള്ളൂ. 12 +2 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ കിട്ടുകയില്ല. +2 വരെ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ കിട്ടുകയുള്ളൂ.
നമ്മൾ പഠിപ്പിച്ചു വിടുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെല്ലുന്നിടത്ത് ആമേൻ ചെല്ലുന്നിടത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പാലിക്കുന്നത്. അപ്പനും അമ്മ എത്ര പഠിപ്പിച്ചാലും ആമേൻ പാലിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ള പരമാർത്ഥം നമ്മൾ മറക്കരുത്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ 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 ഡേഞ്ചറായ, വളരെ അപകടകരമായ ഒരു കാലഘട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടുകൂടെ 1, 2, 3 മണിക്കൂറേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയങ്ങളും അവർ സ്കൂളിലാണ്, അവർ കൂട്ടുകാരോട് കൂടെയാണ്. പക്ഷെ കൂട്ടുകാർ നമ്മുടെ കുഞ്ഞുങ്ങൾ 2, 3 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് 3-4 മണിക്കൂർ കഴിയുമ്പോൾ അവർ കിടന്നുറങ്ങും. വെളുപ്പിനെ എഴുന്നേൽക്കും. പക്ഷെ ബാക്കിയുള്ള സമയങ്ങളിൽ അവർ കൂട്ടുകാരോടുകൂടെ നടക്കുകയും കൂട്ടുകാർ പറയുന്ന വാക്കുകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും വീട്ടിൽ നിന്ന് കേൾക്കാത്തതായ വാക്കുകൾ അവർ സ്കൂളിൽ നിന്ന് കേട്ട് പഠിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്കൊരു മാർഗനിർദ്ദേശം കൊടുക്കാൻ കഴിയണം. എവിടെയാണ് കൊടുക്കാൻ കഴിയുന്നത്? അത് ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. നഥനയിൽ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ കർത്താവ് ആമേൻ കണ്ടു. നഥനയിൽ അത്തിയുടെ കീഴിലായിരിക്കുമ്പോൾ കർത്താവ് കണ്ടു. ഇതിനെ കുറിച്ച് ഞാൻ കേട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു വീട്ടിൽ ഒരു ആൺകുഞ്ഞുണ്ടാകുമ്പോൾ ആമേൻ ആ കുഞ്ഞുണ്ടാകുന്ന ദിവസം ആ വീട്ടിലെ പിതാവ് ഒരത്തി നടും. അവൻ 1 വയസ്സാകുമ്പോൾ അത്തിക്ക് 1 വയസ്സാകും. അവൻ 5 വയസ്സാകുമ്പോൾ അത്തിക്ക് 5 വയസ്സാകും. 12 വയസ്സാകുമ്പോൾ അവൻ അത്യാവശ്യം തൊഴിൽ പഠിക്കണമെന്നാണ് യഹൂദ നിയമം. ജനറേറ്റർ ഓണാക്കിയിട്ട് സംസാരിക്കാൻ വിളിച്ച പോകുന്നത്. അപ്പോൾ മോന് 12 വയസ്സായപ്പോൾ അത്തിക്ക് എത്ര വയസ്സായി? 12 വയസ്സാകും. 12 വയസ്സാകുമ്പോൾ അപ്പൻ ഈ മോനെ വിളിച്ചുകൊണ്ട് അത്തിയുടെ കീഴിലേക്ക് ചെല്ലും. അതുവരെ അപ്പനോടാണ്. 12 വയസ്സായപ്പോഴത്തേക്ക് യഹൂദ നിയമം അനുസരിച്ച് എന്തെങ്കിലും തൊഴിൽ പഠിക്കണം. അങ്ങനെയാണ് പൗലോസ് കൂടാരപ്പണി പഠിച്ചത്. കാരണം പൗലോസിന് കൂടാരപ്പണി പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം കപ്പലുടമയുടെ മകനാണ്. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. പക്ഷേ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു തൊഴിൽ പഠിക്കണം. ഒരു തൊഴിലും കിട്ടിയില്ലെങ്കിൽ അവസാനം കൂടാരപ്പണി എങ്കിലും ചെയ്ത് ജീവിക്കണം. ആമേൻ. ഡിഗ്രി വരെ പഠിപ്പിച്ചിട്ട് ഒരു ജോലിയുമില്ലാതെ ആമേൻ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഒരു തൊഴിൽ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ആ യഹൂദന്മാരുടെ തിയറി. 12 വയസ്സാവുമ്പോൾ ഈ മോനെ വിളിച്ചുകൊണ്ട് നേരെ അത്തിയുടെ കീഴിലേക്ക് ചെല്ലും. എന്നിട്ട് പറയും, ഇത് ഞാൻ കേട്ട വിഷയമാണ് കേട്ടോ പറയുന്നത്. ചെന്നിട്ട് പറയും, മോനെ ഇതുവരെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ എന്നോട് ചോദിച്ചു, ഞാനെല്ലാം നിനക്ക് പറ്റുന്നതെല്ലാം വാങ്ങിച്ചു തന്നു. ഇനി നീ എപ്പ നിനക്ക് ആവശ്യങ്ങൾ ഉണ്ടോ അപ്പോൾ നീ ഈ അത്തിയുടെ കീഴിൽ വരണം. നിന്റെ പ്രായമാണ് ഈ അത്തി, നിന്റെ വയസ്സാണ്. അപ്പൊ നീ അത്തിയുടെ കീഴിൽ വന്നിട്ട് നീ എന്ത് ചെയ്യണം? ഈ അത്തിയുടെ കീഴിലിരുന്ന് നീ ദൈവത്തോട് ചോദിക്കണം. നീ അപ്പനോട് ചോദിക്കാൻ നിൽക്കരുത്. സൈക്കിള് വേണം, പിന്നെ അത് വേണം, ഇത് വേണം, ബൈക്ക് വേണം, അതൊന്നും പഠിക്കാൻ ആമേൻ ഫീസ് വേണം, ഇതൊന്നും എന്നോട് നീ ചോദിക്കരുത്. ഇതെല്ലാം ഇന്നത്തെ ഭാഷയിൽ പറയാണ് കേട്ടോ. ആമേൻ. ബൈക്ക് വാങ്ങി ഒരു ഹെൽമെറ്റ് വേണമെങ്കിൽ പോലും അപ്പനോട് ചോദിക്കാൻ നിൽക്കരുത്. ഇതെല്ലാം നീ എന്ത് ചെയ്യണം? ഈ അത്തിയുടെ കീഴിലിരുന്നുകൊണ്ട് ആമേൻ നീ ദൈവത്തോട് ചോദിക്കണം.
അങ്ങനെ പ്രാർത്ഥിക്കാനിരുന്ന ഇരിപ്പിലാണ് നമ്മുടെ നഥനയേല് കർത്താവിന്റെ അടുത്തേക്ക് വന്ന. കർത്താവ് പറഞ്ഞ് എവിടെ ഇരിക്കുകയായിരുന്നു? അല്പം മുമ്പ് അത്തിയുടെ കീഴിലിരിക്കുകയായിരുന്നു. അവൻ വളരുന്നതിനനുസരിച്ച് അത്തിയെ വളർന്നുകൊണ്ടേയിരിക്കും. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹം വ്യക്തിപരമാണ്. ഞാൻ ഇത്രയും നേരം സംസാരിച്ചൊരു വിഷയം. അനുഗ്രഹം എന്താ? അനുഗ്രഹം എന്താ? കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അനുഗ്രഹം വ്യക്തിപരമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നിങ്ങളുടെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അടുത്ത കോഴ്സ്, നിങ്ങളിപ്പോ 3ാം ക്ലാസ്സിലായിരിക്കാം, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വിദ്യാഭ്യാസം 12ാമത്തെ ക്ലാസ് കഴിയുമ്പോൾ അടുത്ത അഡ്മിഷന് വേണ്ടി ഇന്നേ ദൈവത്തിന്റെ വഴികൾ തുറക്കാൻ ഇന്ന് മുതലേ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. അപ്പനും അമ്മയും പ്രാർത്ഥിക്കണം. അവർ പ്രാർത്ഥിക്കണം. അവർ ഒരു 3 ദിവസമെങ്കിലും പ്രാർത്ഥിക്കാതെ നിങ്ങൾ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക്. പെൻസിൽ വേണം. 3 ദിവസമെങ്കിലും അവർ പ്രാർത്ഥിക്കട്ടെ. ആദ്യം അവർ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അവർ പ്രാർത്ഥിക്കട്ടെ. പേന വേണം. അവർ പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ പഠിപ്പിച്ചാൽ നാളെ അവർ പ്രാർത്ഥിക്കും. ജോൻകൃഷ്ണയുടെ അനുഭവങ്ങളൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. സമയം പോകുന്നത് പറയുന്നില്ല. പക്ഷേ അവർ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് അനുഗ്രഹം വ്യക്തിപരമാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എത്ര കാലം നമുക്ക് കൊടുക്കാൻ പറ്റും? എത്ര കാലം അവരെ സംരക്ഷിക്കാൻ പറ്റും? എത്ര കാലം അവർക്ക് ആവശ്യമായി നമുക്ക് കൊടുക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. അവർ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് ആവശ്യത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തരുത്. അവർ പഠിച്ചു, പക്ഷെ അവർക്ക് ജോലി ലഭിച്ചില്ല, അതിനുവേണ്ടി കുറ്റപ്പെടുത്തരുത്. അവരുടെ മനസ്സ് തകർക്കരുത്. അവരുടെ വിശ്വാസം തകർക്കരുത്. അവരുടെ ആത്മാഭിമാനം തകർക്കരുത്. ഒരിക്കൽ പോലും മക്കൾക്ക് മുമ്പിൽ അവരുടെ ഭാവിയിൽ എന്ന് പറഞ്ഞ് പല്ല് ജനിക്കരുത്. വിശ്വസിക്കുന്നവർ കാര്യങ്ങളൊന്നും ഉയർത്തുന്ന സ്തോത്രം ചെയ്ത എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുക കേട്ടോ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് എന്താ അർത്ഥം? നിന്നെ അനുഗ്രഹിച്ച് കാക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒത്തിരി കാര്യം അവിടെ സംസാരിക്കാനുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടാ കാക്കണം എന്ന് പറയാൻ കാര്യം? നമുക്കറിയാം, യാക്കോബ് ഹാരാനിലേക്കൊക്കെ പോയി 10-20 വർഷം അവിടെ അമ്മാത്തിനെയൊക്കെ സേവിച്ച് അവിടുന്ന് യാക്കോബ് തന്നെ പറയുന്നുണ്ട്, ഞാനൊരു വടിയായിട്ടാണ് വന്നത്. ഞാനൊരു വടിയുമായിട്ട്, ഒരു വടിയോട് മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളി നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇപ്പൊ ദൂതൻ പറയുന്നു, എന്നെ വിടുക. അവിടെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, സമയത്തിൻ്റെതുകൊണ്ട്. ഉശസ് നിൽക്കുന്നവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അപ്പൊ യാക്കോബിന് ഇതുവരെ കിട്ടിയത് അനുഗ്രഹമല്ലേ? യാക്കോബിന് ഇതുവരെ കിട്ടിയത് അനുഗ്രഹമല്ല പ്രിയമുള്ളവര്. ഒരു വഴിയായിട്ട് പോയിട്ട് ഇത്രയും വലിയ കൂട്ടമായിട്ട് ഇപ്പൊ തിരിച്ചു വന്നപ്പോൾ അതൊരു അനുഗ്രഹം അല്ലേ? അല്ലേ? പക്ഷേ അതൊരു അനുഗ്രഹമാണ്. പക്ഷെ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം അതല്ല കിടക്കുന്നത്.
നിനക്ക് ലഭിച്ച നന്മകൾക്കകത്ത് നിന്നെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ട് ദൈവം നിന്നെ അനുഗ്രഹിച്ചതിനകത്ത് വേറൊരു അനുഗ്രഹമുണ്ട്. നമ്മൾ വിചാരിക്കും എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ബാങ്കിന്റെ ബാലൻസ്, നമ്മൾ വിചാരിക്കുന്ന വീടും, നമ്മൾ വിചാരിക്കുന്ന സൗകര്യവും, നമ്മൾ വിചാരിക്കുന്ന കാറും നമുക്ക് എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കാത്ത മറ്റൊരു അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഏത് അനുഗ്രഹമാണെന്ന് അറിയാമോ? ആത്മീയാനുഗ്രഹമാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ 26-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം പദവി കിട്ടിയാലും, എത്ര വലിയ ധനം കിട്ടിയാലും, എത്ര വലിയ വീട് കിട്ടിയാലും, പ്രൈസ് ദി ലോർഡ്, എത്ര വലിയ സമ്പത്ത് കിട്ടിയാലും, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അനുഗ്രഹത്തിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നൊരു കാര്യമാണ് ദൈവത്തിന്റെ സംരക്ഷണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഏറ്റവും വലിയ ദാവീദിന്റെ ഭരണകാലം ഏറ്റവും സുവർണ ഭരണകാലമായിരുന്നു. ദാവീദിന്റെ ശലോമോന്റെ ഭരണകാലം. പക്ഷേ ദാവീദ് എത്രയോ പ്രാവശ്യം സുരക്ഷിതമല്ലാതെ ഭവനം വിട്ട് ഓടിപ്പോയി, കൊട്ടാരം വിട്ട് ഓടിപ്പോയി. അബ്ശലോമിന്റെ ഒക്കെ പലപ്പോഴുമുള്ള വേട്ടയാടലുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ അറിയാമല്ലോ. ആ വേട്ടയാടലുകൊണ്ട് എത്രയോ പ്രാവശ്യം ദാവീദ് കൊട്ടാരം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. പക്ഷേ ദൈവം അവിടെയെല്ലാം ദാവീദിനെ സംരക്ഷിച്ചു. പിന്നീട് കാലഘട്ടത്തില് ദാവീദിന്റെ ഒരു പ്രധാനപ്പെട്ടതായ ഒരു പ്രാർത്ഥനയുണ്ട്. എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദാവീദിന്റെ പ്രാർത്ഥന 31:15. അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ വാക്യങ്ങളുമായിട്ട് നമ്മൾ ഇസ്രായേലിന്റെ മേൽ ദൈവം പകർന്ന അനുഗ്രഹവുമായിട്ട് നമ്മളത് കണക്ട് ചെയ്യണം. ആ അനുഗ്രഹത്തിനകത്ത് എന്താണ് പറയുന്നത്? രണ്ടാമത്തെ ഭാഗത്തിനകത്ത് എന്താ പറയുന്നത്? തിരുമുഖം നിന്നെ മേൽ പ്രകാശിപ്പിച്ച് യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം പ്രകാശിപ്പിച്ച് എന്നോട് കൃപയുള്ളവനാകട്ടെ. ദാവീദിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? ദാവീദിന്റെ ആ പ്രാർത്ഥന ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. എന്റെ ശത്രുക്കളുടെയോ എന്നെ പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കണമേ. എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ കർത്താവേ, എന്റെ മുമ്പ് ശത്രുക്കളുണ്ട്, അവരെന്നെ പീഡിപ്പിക്കുകയാണ്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കണം. അങ്ങനെ വിടുവിക്കത്തക്കവണ്ണമുള്ള ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. ആ വാഗ്ദത്തം അഹരോനിലൂടെ, അഹരോന്റെ പുത്രന്മാരിലൂടെ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ഒന്നാണ് നിന്റെ മുഖപ്രകാശം. നിന്റെ മുഖപ്രകാശം തിരുമുഖം അടിയന്റെ മേൽ പ്രകാശിപ്പിക്കണമേ. അടിയന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നിന്റെ ദയ എന്നെ രക്ഷിക്കണമേ. നമ്മൾ വായിച്ചു, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പൈതലേ, നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അനുഗ്രഹം നിന്റെ അനുഗ്രഹത്തെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. നിന്റെ അനുഗ്രഹത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ്. നിന്റെ തലമുറകളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ്. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിച്ച കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ സുരക്ഷിതത്വമില്ലെങ്കിൽ ഈ ലോകത്തിൽ എത്ര സമ്പത്ത് ലഭിച്ചാലും അതെല്ലാം അർത്ഥമില്ലാതെയായി പോകുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, ദൈവം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് മോശയോട് സംസാരിച്ച ആ വേദഭാഗത്തിന്റെ കാര്യങ്ങൾ യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട്. ദൈവത്തിന്റെ സംരക്ഷണം ഒരു അനുഗ്രഹമാണ്. സമ്പത്ത് മാത്രമല്ല അനുഗ്രഹം, ദൈവത്തിന്റെ സംരക്ഷണം. സമാധാനം അനുഗ്രഹമാണ്.
ദൈവത്തിന്റെ നാമം നമ്മുടെ മേൽ വഹിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. Praise the Lord. കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താൽ ദൈവത്തിന്റെ നാമം നമ്മൾ വഹിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. അവയെല്ലാം വിശദീകരിക്കാൻ സമയമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ചില വിഷയങ്ങളിലൂടെ കൊണ്ടുപോയത് കൊണ്ട് ആ ഭാഗം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. അതുകൊണ്ട് ദൈവദാസന്മാരിലൂടെ പറയുന്ന ദൂതുകൾ ദൈവദാസന്മാരെ അളന്നിട്ട് അവരെ കുറിച്ച് മുൻപതി വെച്ചിട്ട് അത് ഏറ്റെടുക്കാതിരിക്കരുത്. അത് ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ ആ ദൈവദാസനോട് അല്ലെ ദൈവം സംസാരിക്കുന്ന ആ ദൈവദാസനോട് എന്തെങ്കിലും ഉള്ളിൽ ഒരു വിഷമം ഉണ്ടായിട്ട് അത് ഏറ്റെടുക്കാതിരിക്കരുത്. ആ ദൈവദാസനെ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ കുറവുകളും കുറ്റങ്ങളും കണ്ടുകൊണ്ട് അത് ഏറ്റെടുക്കാതിരിക്കരുത്. അങ്ങനെ ഏറ്റെടുക്കാതിരുന്നെങ്കിൽ അന്നയ്ക്കൊരു ശമൂവേൽ ബാലൻ അന്നുണ്ടാകുകയില്ലായിരുന്നു. മുൻപതികളില്ലാതെ ദൂതേറ്റെടുത്തപ്പോൾ, മുൻപതികളില്ലാതെ അനുഗ്രഹം ഏറ്റെടുത്തപ്പോൾ ദൈവാലയത്തിൽ നടക്കുന്നതായിരിക്കുന്ന മോശകരമായ കാര്യങ്ങളെ കുറിച്ച് അവൾ വിലയിരുത്തി അവൾ വിശ്വാസത്തിൽ നിന്ന് പോയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ തന്നെ സമർപ്പിച്ച് ഏലി പുരോഹിതനെയല്ല നോക്കിയത്. ഏലി പുരോഹിതന് ദൈവം വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അത് മഹാപുരോഹിതൻ എന്ന് പറയുന്ന സ്ഥാനമാണ്. ആ മഹാപുരോഹിതന്റെ അധികാരത്തിലാണ് ദൈവം സംസാരിച്ചത് ഏലിയിലൂടെ. ദൈവൻ ന്യായവതി അയക്കുന്നത് അയച്ചോട്ടെ. കഴുത്തൊരിഞ്ഞ് അദ്ദേഹം മരിച്ചു. അത് ദൈവം അദ്ദേഹത്തിന് നൽകിയ ശിക്ഷയാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഒരു ദിവസം മരിച്ചു. അത് അദ്ദേഹത്തിന്റെ ശിക്ഷയാണ്. അദ്ദേഹത്തിന്റെ മരുമകള് പ്രസവ സമയത്ത് മരിച്ചു. അത് ദൈവം നൽകിയിരിക്കുന്ന ശിക്ഷയാണ്. അന്യായി നീ മുൻവിധി ഒന്നും എടുക്കണ്ട, നീ അദ്ദേഹത്തെ വിധിക്കണ്ട. ദൈവം നിന്നോട് പറയുന്ന ദൂത് നീ ഏറ്റെടുത്തോ, അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. കരങ്ങളടിച്ചത് സ്തോത്രം ചെയ്താട്ട് നിന്റെ മേലുള്ള അനുഗ്രഹം നീ നഷ്ടപ്പെടുത്തണ്ട. ദൈവം നിന്നോട് സംസാരിക്കുന്നത് ഒരു സമൂഹത്തോട് സംസാരിക്കുന്നതാകാം. അഗരോനോടും മോശയോടും ദൈവം അവരോടും പുത്രന്മാരോടും ദൈവം പറഞ്ഞില്ല. തലയെ കൈവച്ചു പോയി പറയാൻ പറഞ്ഞില്ല. ദൈവം അവരോട് സംസാരിച്ചത് ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കും, ഉപേക്ഷിക്കേണ്ടവർ ഉപേക്ഷിക്കും. ഏറ്റെടുക്കുന്നവർക്ക് ഒരു അനുഗ്രഹമാണ്. അവൻ കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ട് ഏറ്റെടുക്കുന്നവർക്ക് ഒരു അനുഗ്രഹമാണ്. അപ്പുറത്തിരിക്കുന്ന ആൾ ഏറ്റെടുത്തില്ലെന്ന് വിചാരിച്ച് നീ ഏറ്റെടുക്കാതിരിക്കേണ്ട. നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. വചനം ഏറ്റെടുക്കുന്നത് ഒരു അനുഗ്രഹമാണ്. ഏറ്റെടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. വാഗ്ദത്തം ഏറ്റെടുക്കുന്ന അനുഗ്രഹമാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, കാലങ്ങൾ നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദാവീദ് വചനം ഏറ്റെടുത്ത് ദൈവത്തിന്റെ തിരുസഭയെ പ്രാർത്ഥിച്ച് ആ വിഷയത്തിൽ വിടുതൽ പ്രാപിച്ചെങ്കിൽ ഈ നാളുകൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും മാറിയിട്ടില്ലെന്നുള്ള വിശ്വാസത്തോടെ കരങ്ങൾ അടിച്ചൊരിക്കൊണ്ട് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാണ്. കേൾക്കപ്പെട്ടിരിക്കുന്ന തിരുവനന്തപുരം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥിച്ച്